In this way, we can make more profit and earn more trust in the market. And that's all. Thank you. Great presentation, Mr. Ryan. We are really impressed your presentation. എബ്രിഡ് നിങ്ങളുമായിട്ട് കോൺട്രാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. ഓ, താങ്ക് യു സോ മച്ച്. എഗ്രിമെന്റ് റെഡിയാണ്. എങ്കിൽ സൈൻ ചെയ്താലോ? ഇവന് ചിരിക്കാനൊക്കെ അറിയൂ. ഡാനി, ഇവരെ ഓഫീസ് റൂമിലേക്ക് ഇരുത്ത്. എന്നിട്ട് എഗ്രിമെന്റും കൊണ്ടുപോവാ. നീ അങ്ങോട്ടാ പോന്നേ? അവിടെ നിക്ക്. അല്ല, നേരത്തെ നീ എന്താ പറഞ്ഞത്? എന്റെ കർത്താവേ, പെട്ടെന്നാ തോന്നുന്നേ. നീ പലപ്പോഴും മൈൻഡ് വോയിസിൽ കുറെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കിത് കാണുമ്പോൾ പിടിക്കുന്നില്ല. വല്ലതും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, മനസ്സിലായോ? നിന്റെ അടുത്താ ഞാൻ ചോദിച്ചത്. നേരത്തെ നീ എന്താ പറഞ്ഞേ? അത് പിന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞതാ. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡീല് സംസാരിച്ചതല്ലേ, അത് സക്സസ്ഫുൾ ആയല്ലോ. അപ്പോ അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞതാ. വേണ്ട, ദൈവത്തോട് നന്ദി പറയേണ്ട ഒരാവശ്യമില്ല. നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. മേല ദൈവം എന്ന വാക്ക് ഇവിടെ ഉച്ചരിച്ച ആ നാവ് ഞാൻ പിഴുതെറിയും. നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ സംരക്ഷിക്കുന്നതും ദൈവാണ്. ആ ദൈവം ഇല്ലെന്ന് പറയാൻ നീ ആരാ? ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. നീ മനുഷ്യരെ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അതുപോലെ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിന്റെ വിശ്വാസം അതെന്തു ആയിക്കോട്ടെ, പക്ഷെ അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ നിലപാടല്ല. ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കാർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വിശ്വാസവും ഇല്ല. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പല കാരണങ്ങളുണ്ട്. എങ്കിൽ കേട്ടോ, എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ നിലപാട് മാറ്റാൻ നീ ശ്രമിക്കും വേണ്ട. പിന്നെ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ വല്ല ചെകുത്താനുമായിരിക്കും. അതേടാ, ഞാൻ ചെകുത്താൻ തന്നെയാ. ഐ ആം എ ഡേർട്ടി ഡെവിൾ. നീ അവിടെ പോയത് അവരോട് റിവഞ്ച് എടുക്കാനോ അതോ അവരെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാക്കാനോ? ആ മലേഷ്യ കമ്പനിയായിട്ടുള്ള ഡീല് നീ നേടിക്കൊടുത്തെന്ന് കേട്ടല്ലോ, ശരിയാണോ? സത്യാണ്. ഇതിനു വേണ്ടിയിട്ടാണോ നീ കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോയത്? അല്ല, അങ്കിളിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇവരുടെ ഇടയിൽ എനിക്കൊരു വിശ്വാസം നേടിയെടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എല്ലാത്തിലും കയറി ഇടപെടാൻ പറ്റുള്ളൂ. ഈ ഒരു ഡീല് ഞാൻ കാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് ഇഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ആ മലേഷ്യൻ കമ്പനി അതവർക്കൊരു ബിഗ് ഡീലാണ്. അവരുമായിട്ടൊരു കൊളാബ് അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര പെട്ടെന്ന് നടക്കില്ല. അതൊക്കെ അങ്കിളിന് വെറുതെ തോന്നുന്നതാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനിവിടെ ഇല്ലേ, ഞാൻ നോക്കിക്കോളാം. പിന്നെ അങ്കിൾ, ഈ എബ്രഡിന്റെയും ഡാനിയുടെയും പപ്പയും മമ്മിയില്ലേ, ജോൺ സാമുവൽ ആൻഡ് അന്ന ജോൺ സാമുവൽ, അവരെ അങ്കിളിന് അറിയൂ? എനിക്കൊന്നും അറിയില്ല. നീ എന്താ ഇപ്പോ അവരെ കുറിച്ച് ചോദിക്കുന്നത്? ഞാൻ ആ 2 പേരും എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയോ അല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ആരോ പറഞ്ഞതായിട്ട് എനിക്ക് ചെറുതായിട്ടൊരു ഓർമ്മ. അതാ ഞാൻ അങ്കിളിന്റെ അടുത്ത് ചോദിച്ചേ. നമ്മുടെ വീട്ടിലോ? നമ്മുടെ വീട്ടില് ആര് പറയാനാ? അവരുടെ പപ്പയും മമ്മിയും ആരാന്ന് പോലും നമുക്കറിയില്ല. പിന്നെ എങ്ങനെ അവരുടെ പേര് പറയും? നീ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കാതെ നീ ചെന്ന ജോലി ചെയ്തിട്ട് തിരിച്ചു പോരാ നോക്ക്. ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ശരി അങ്കിൾ, എനിക്ക് അധിക നേരം ഫോണിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഡാഡി,
എന്തു പറ്റി? എന്താ മുഖത്തൊരു ടെൻഷൻ പോലെ? റയാൻ എന്ന് വിളിച്ചിരുന്നു. അവൻ വിളിച്ചിട്ട് ആ എബ്രഡിന്റെയും ഡാനിയുടെയും തന്തേനെയും തള്ളേനെയും പറ്റി ചോദിച്ചു. ഏത്? ജോണിനെയും അന്നേനെയും കുറിച്ചോ? ഉം. അവനത് എന്തിനാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവൻ അവരെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയ അത് നമുക്ക് നല്ലതാവില്ല. പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് റയാന്റെ മേലെ എപ്പോഴും നിന്റെ ഒരു കണ്ണുണ്ടായിരിക്കണം. അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും അവന്റെ പ്ലാൻ എന്താന്നും വ്യക്തമായി നീ അറിഞ്ഞിരിക്കണം. ഡാഡി പേടിക്കണ്ട, എന്റെ കണ്ണ് എപ്പോഴും റയാന്റെ മേലുണ്ടായിരിക്കും. ഡാഡി തിരക്കിലാണോ? ആ, റയാനോ? ഏയ്, തിരക്കിലൊന്നുമല്ല. കുറച്ച് ഫയൽസ് നോക്കായിരുന്നു. എന്താ കാര്യം പറ. ഏയ്, ചുമ്മാ. ആ, പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ, ചോദിക്ക്. അത് പിന്നെ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങളുടെ പപ്പയും മമ്മി എവിടെയാ? അവരെവിടെയാലും നിനക്കെന്താ? അ- അത് പിന്നെ ഇത്രയും ദിവസമായിട്ട് അവരെ ഒന്നും ഇവിടെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അവരും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ അവരെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യവും നിനക്കില്ല. പിന്നെ പല വട്ടം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. ഇവിടെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുക. ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെട്ട പിന്നെ എൻ്റെ മറ്റൊരു മുഖം നീ കാണും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ പറ്റില്ല. ആഹാ, അത് കൊള്ളാലോ. എൻ്റെ വീട്ടില് എൻ്റെ ബെഡ്റൂമിലിരുന്ന് മദ്യപിക്കാൻ പാടില്ല എന്ന് അത് പറയാൻ നീ ആരാ? ഞാൻ ആരേലും ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല. ഞാൻ കുടിക്കാതിരിക്കുകയോ ചെയ്യും. അതൊന്നും ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നെ കൺട്രോൾ ചെയ്യാൻ വരരുത്. അതിന് ഇയാളെ കൺട്രോൾ ചെയ്യാൻ ആര് വരുന്നു? താൻ കുടിക്കാതിരിക്കുകയോ ചെയ്തോ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത് ഈ ബെഡ്റൂമിലിരുന്ന് കുടിക്കാൻ പാടില്ലെന്നാ. താൻ വേണമെങ്കിൽ പുറത്തു പോയിരുന്ന് കുടിക്കണോ? അതെന്താ ഈ ബെഡ്റൂമിലിരുന്ന് കുടിച്ചാ? അത് അത് അതെന്താന്ന്? അത് നിങ്ങൾ കുടിച്ചാ നിങ്ങളല്ലാതാവും. എന്ത്? നീ എന്താ സ്നിക്കേഴ്സിന്റെ പരസ്യം വല്ലതും പറയാണോ? നട്ടപ്പാതിരിക്ക് ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാതെ എവിടെയും പോയി കിടന്ന് ഉറങ്ങടാ. എന്തായാലും നിങ്ങൾ ഇവിടുന്ന് പോവില്ല എന്ന് ഉറപ്പിച്ചില്ലേ? ഞാൻ പോകുന്നത് തന്നെയാ നല്ലത്. താൻ ഇവിടെ ഇരുന്നു കുടിച്ച് ചാവ്. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിക്കോളാം. ആ സൈഡില് കുറെ റൂമുണ്ടല്ലോ, അങ്ങോട്ട് തന്നെ പോവാം. കർത്താവേ, എനിക്കിതെന്തിന്റെ കേടായിരുന്നു. മുകളിലത്തെ പിശാചിനെ പേടിച്ചിട്ടാ താഴോട്ട് വന്നത്. ഇതിപ്പോ അതിലും വലുതാണെന്നാ തോന്നുന്നത്. ഈ 2 ആഴ്ച ഇവിടെ താമസിച്ചിട്ട് ഇങ്ങനൊരു ബെഡ്റൂം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് പൂട്ടിയിരിക്കുക. അപ്പൊ ഇതിന്റെ താക്കോല് ആ പിശാചിന്റെ കയ്യിൽ തന്നെയായിരിക്കും. എന്നാലും എന്തിനാവും ഈ റൂം കൂട്ടിയിട്ടിരിക്കുന്നേ?
ചിലപ്പോ ഈ റൂം തുറന്നു കഴിഞ്ഞാൽ എനിക്കറിയേണ്ട വിവരങ്ങളെല്ലാം ഇതിൽ നിന്ന് കിട്ടുമായിരിക്കും. പക്ഷെ ഇതിന്റെ താക്കോല് അതെവിടുന്ന് കണ്ടുപിടിക്കാനാ? ഇതിന്റെ താക്കോല് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളണോ? അതെ, കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ തരാം. ഞാൻ നിങ്ങളുടെ പാർട്ട്ണറാ. അതെനിക്കും കൂടി തോന്നണം. ഞാൻ ഇതുവരെ നിന്നെ അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടില്ല. ഹലോ, ഞാൻ ഉദ്ദേശിച്ചത് ലൈഫ് പാർട്ട്ണറുടെ കാര്യമല്ല, ബിസിനസ് പാർട്ട്ണർ എന്നാ. അതിലും ഞാനും കണ്ടിട്ടില്ല അങ്ങനെ. വാട്ടെവർ. ആൽവിൻ, പോയ കാര്യം എന്തായി? ആ അലക്സാണ്ടർ മോനെ കുറിച്ച് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല ബ്രെഡ്, ഇതുവരേക്കും അവനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. നമുക്ക് ഇത്രയും വലിയ ഫോഴ്സ് ഉണ്ടായിട്ടും അവനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് പോലും കണ്ടെത്താൻ നമുക്കായില്ലെന്നോ? ഇപ്പൊ തന്നെ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങോട്ട്? അവന്റെ ഓഫീസിലേക്കോ? അതൊന്നും വേണ്ട. ഞങ്ങളെല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല. നീ വെറുതെ അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട. ആ, അത് തന്നെ കറക്റ്റ് ആൽവിനച്ചായം പറഞ്ഞത്. ഇപ്പോ എബ്രഡ് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല. ഇവരെല്ലാരും അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന്. അയ്യോ, ഞാൻ ഇടപെടുന്നില്ല. ഒരു പൊതുവായിട്ടൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഈ മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. എബ്രിഡ്, മീറ്റിങ്ങിനുള്ള സമയമായി. നമുക്ക് ഇറങ്ങാം. ഇവിടെ ഇരിക്കുന്നതെല്ലാം കൊള്ളാം, പക്ഷെ ഇവിടെ നിന്ന് എങ്ങാനും എന്തെങ്കിലും കളവ് പോയാ എൻ്റെ സ്വഭാവം മാറും. അതിനാരും ഇവിടെ ഇരിക്കുന്നു? ഞാൻ അപ്പുറത്ത് പോയിരുന്നോളാം. ഇതിനകത്തൊന്നും ഞാൻ ഇരിക്കുന്നില്ല. ആഹാ, കൊള്ളാലോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. എന്താ വിശേഷം ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ? അച്ചായി മറന്നോ? നാളെ നമ്മുടെ റയാന്റെ ബർത്ത്ഡേ അല്ലേ? അതിനു വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാവോന്നോ? ഇത് കണ്ട ഇപ്പൊ അത് അവന്റെ റൂമാന്ന് പറയത്തേയില്ല. അടിപൊളിയായിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തപ്പോ വേറെ ലെവലായി. അല്ല, എന്നാ നിന്റെ പ്ലാൻ നാളെ? ആണോ? ശരിക്കും അത് കേട്ടാ മതി. പ്ലാൻ, ഞാനിന്ന് വൈകിട്ട് റയാനെ കോൾ ചെയ്യും. നാളെ ഇങ്ങോട്ട് വരാൻ പറയും. നാളെ ഈ ഡെക്കറേഷന്റെ നടുക്ക് വെച്ചിട്ട് അവനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഞാൻ അവന് പ്രപ്പോസ് ചെയ്യും. അതെന്തായാലും നന്നായി. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇംപ്രസ്ഡ് ആവും. അപ്പൊ എന്തായാലും അവന് നോ പറയാൻ പറ്റില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും നിന്റെ ഇതൊന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല. നീ അത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചായ, താങ്ക് യു സോ മച്ച്. എങ്കി നിന്റെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഞാൻ താഴോട്ട് പോവാ. ഞാൻ ചെറുപ്പം മുതല് കണ്ടു തുടങ്ങിയതാ നിന്റെ ഈ മുഖം. നിന്നോടല്ലാതെ മറ്റൊന്നിനോടും
എനിക്ക് ഇത്ര ആഗ്രഹം തോന്നിയിട്ടില്ല. ആഗ്രഹമല്ല, ഒരുമാതിരി കൊതിയ. ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് നിനക്കും എന്നെ ഇഷ്ടാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു രാത്രി കൂടി കാത്തിരുന്ന എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് സ്വന്തമാവാൻ പോവാ. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് റയാൻ. നീ എൻ്റെ സ്വന്തമാവാൻ പോവാണ്. ഇവിടത്തെ അന്തരീക്ഷം കണ്ടിട്ട് ചെറുത്താൻ പോയിന്ന് തോന്നുന്നു. വേഗം എൻ്റെ പണി തുടങ്ങാം. ഈ കാലൻ ഇത് എവിടെ കൊണ്ട് വെച്ചേക്കെന്ന്? ഇനി തപ്പാൻ ഈ ഓഫീസിലും ഒരു സ്ഥലം ബാക്കിയില്ല. എന്നാൽ ആ താക്കോൽ എവിടെയായിരിക്കും? റൂമിലുണ്ടാവില്ല എന്ന് കൺഫേമാ. അതുകൊണ്ടാ ഓഫീസ് റൂം തപ്പാന്ന് വിചാരിച്ച്. അപ്പൊ ഇവിടെയുമില്ല. ഇനി ഞാൻ എവിടെ പോയി തപ്പാനാ? ആ റൂമിന്റെ താക്കോല് എനിക്ക് കിട്ടിയേ പറ്റൂ. ആ റൂമില് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഞാൻ ആ താക്കോല് കണ്ടെത്തിയിരിക്കും. ഹലോ ഡാനി, വാട്ട്? നീ പറയുന്നത് സത്യമാണോ? എങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കവനെ, ഞങ്ങളിപ്പോൾ എത്താം. എന്താ ബ്രെഡ് കാര്യം? ആരെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കാര്യം നീ പറഞ്ഞേ? നമ്മൾ ഇത്രയും കാലമായിട്ട് ആരെയാണോ ഒറ്റയ്ക്ക് കിട്ടാൻ ആഗ്രഹിച്ചിരുന്നത്, അവനെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഡാനിയെ വിളിച്ചത്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തണം.